നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ലയണൽ മെസ്സിക്കൊപ്പം FC ബാഴ്സലോണയിൽ ദീർഘകാലം കളിച്ചിട്ടുള്ള സഹതാരമാണ് ജെറാർഡ് പീക്കെ. നമുക്കറിയാം, ഇരുവരും ഒരുമിച്ച് കൊണ്ട് ഒരുപാട് കിരീടങ്ങളും നേട്ടങ്ങളും ഒക്കെ സ്വന്തമാക്കിയിട്ടുണ്ട്. പിന്നീട് 2021 മെസ്സിക്ക് ബാഴ്സലോണ വിടേണ്ടി വരികയായിരുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒരാൾ ജെറാർഡ് പീക്കെയാണ് എന്നുള്ള റൂമറുകൾ പോലും സ്പാനിഷ് മാധ്യമങ്ങൾ പങ്കുവച്ചിരുന്നു. ഏതായാലും പിന്നീട് ജെറാർഡ് പീക്കെ ബാഴ്സലോണയിൽ വെച്ചുകൊണ്ട് തന്നെ തന്റെ വിരമിക്കൽ പ്രഖ്യാപനം നടത്തി. നിലവിൽ ബിസിനസ് ഉൾപ്പെടെയുള്ള മറ്റുള്ള മേഖലകളിൽ വ്യാപൃതനാണ് ഈ ഒരു താരം. ഏതായാലും ലയണൽ മെസ്സിയെ കുറിച്ച് ചില കാര്യങ്ങൾ ഇപ്പോൾ ജെറാർഡ് പീക്കെ പറഞ്ഞിട്ടുണ്ട്. അമേരിക്കയിൽ ഫുട്ബോൾ വികസിപ്പിക്കാൻ ലയണൽ മെസ്സിക്ക് സാധിച്ചു എന്നാണ് പീക്കെ പറഞ്ഞിട്ടുള്ളത്. വേൾഡ് കപ്പ് നേടിയതോടുകൂടി ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരം എന്ന പദവി മെസ്സി സുരക്ഷിതമാക്കിയെന്നും പീക്കെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നിലവിൽ ലയണൽ മെസ്സി സന്തോഷവാനാണ്. അദ്ദേഹം തന്റെ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിച്ചിട്ടുണ്ട്. വേൾഡ് കപ്പ് ആയിരുന്നു അദ്ദേഹത്തിന്റെ അവസാനത്തെ ലക്ഷ്യം. ഇപ്പോൾ അദ്ദേഹം സോക്കർ വ്യാപിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. മെസ്സി വന്നതോടുകൂടി അമേരിക്കൻ ഫുട്ബോൾ കരുത്ത് പ്രാപിച്ചിട്ടുണ്ട്. മെസ്സി വേൾഡ് കപ്പ് കിരീടം നേടണമെന്ന് ഫുട്ബോൾ ആരാധകർ ആഗ്രഹിച്ചിരുന്നു. പലരും അദ്ദേഹത്തിന്റെ കരിയറിനെ ഇതിന്റെ പേരിൽ സംശയിച്ചിരുന്നു. തന്റെ കരിയറിൽ നേടാൻ ബാക്കിയുള്ളത് വേൾഡ് കപ്പ് മാത്രമാണെന്ന് മെസ്സി തന്നെ പറഞ്ഞിരുന്നു. വേൾഡ് കപ്പ് നേടിയതോടുകൂടി ഗോട്ട് സ്ഥാനം മെസ്സി സുരക്ഷിതമാക്കി. ബാഴ്സലോണയെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടെത്തിച്ച താരം കൂടിയാണ് മെസ്സി. ഇതാണ് പീക്കെ പറഞ്ഞിട്ടുള്ളത്. ലയണൽ മെസ്സി അമേരിക്കയിൽ പുതിയ സീസണിന് ഇപ്പോൾ തുടക്കം കുറിച്ചിട്ടുണ്ട്. ആദ്യ മത്സരത്തിൽ മെസ്സി ഒരു അസിസ്റ്റ് കരസ്ഥമാക്കിയിരുന്നു. കഴിഞ്ഞ സീസണിലും മോശമല്ലാത്ത പ്രകടനം മെസ്സി നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ സീസണിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള ബാലൺ ഡി ഓർ പുരസ്കാരം നേടിയത് അത് ലയണൽ മെസ്സിയാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. കാണാം.